ഏട്ടൻ മലയ്ക്ക് പോകാൻ മാലയിട്ടേക്കണോണ്ട് രാവിലെ കുളിയൊക്കെ കഴിയും കേട്ടോ. അപ്പം ഇന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് വാതിൽ അങ്ങനെ അടച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നേ. കടലക്കറി വെക്കാമെന്ന് ഓർത്താട്ടോ. അപ്പം അങ്ങനെ തേങ്ങ വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുക്കാനിട്ടു. അമ്മ രാവിലെ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളത് കടലക്കറി വെക്കാമെന്ന് ഓർത്താ. അപ്പോഴേക്കും തേങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിനകത്തേക്ക് പൊടിയെല്ലാം ചേർത്തിട്ട് അത് ചൂടാറാൻ വേണ്ടി വെച്ച് ചൂടാറി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറച്ച് കടലയും കൂടെ ഇട്ടിട്ട് അരച്ചെടുത്തേ. അപ്പോഴേക്കും ഞാൻ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകൊക്കെ നല്ല രീതിയിൽ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും സെറ്റാക്കി നമ്മുടെ കടലക്കറിയും സെറ്റായി കേട്ടോ. പിന്നെ കടലക്കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കടല മെഴുക്കുവരട്ടിയും ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്ത് അത് സെറ്റാക്കി വെച്ചു. നമ്മുടെ കടലക്കറിയും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ നേരെ ഉച്ചത്തേക്കുള്ള സാമ്പാർ വെക്കാമെന്ന് ഓർത്താട്ടോ. അപ്പോൾ ഇച്ചിരി കഷ്ണങ്ങൾ മാത്രം ഇട്ട് കുറച്ച് സാമ്പാർ വെക്കാമെന്ന് ഓർത്താട്ടോ. കാരണം വൈകുന്നേരത്തേക്കും കൂടെ മതിയല്ലോ. പിറ്റേ ദിവസത്തേക്കുള്ള എന്തായാലും എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഏട്ടന് എന്തായാലും കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇച്ചിരി സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ച് കൂടെ ചായയും വെച്ചു കേട്ടോ. അപ്പോഴേക്കും കണ്ണൻ ഉറങ്ങായിരുന്നു. അപ്പോൾ കണ്ണൻ എണീക്കാറായതുകൊണ്ട് അവൻ്റെ പാലും കൂടെ കൈയോടെ തിളപ്പിച്ച് വെച്ചു കേട്ടോ. എണീറ്റ് വരുമ്പോഴത്തേക്കും പരവേശമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ചൂടാറ്റി അങ്ങ് വെക്കാമല്ലോ എന്ന് ഓർത്ത് അതും തിളപ്പിച്ചെടുത്ത് വെച്ചേ. അതിനിടയിൽ ഞാൻ പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഇഡലിത്തട്ടിലേക്ക് ഒന്നിച്ചങ്ങ് പുട്ട് തേങ്ങയിട്ട് വെക്കാമല്ലോ എന്ന് ഓർത്ത് ഇത്തവണ അങ്ങനെയാണ് കേട്ടോ വെച്ചത്. അങ്ങനെ സാമ്പാറും അതിനിടയിൽ സെറ്റാക്കി എടുത്തു. അങ്ങനെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ടോ. അപ്പോഴേക്കും ഏകദേശം സമയം 11 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇച്ചിരി നേരത്തെ ഇന്ന് ഇറങ്ങിയത് കേട്ടോ. കാരണം അമ്പലത്തിലൊന്ന് കയറാമെന്ന് ഓർത്തിട്ട് ഇച്ചിരി നേരത്തെ ഇറങ്ങി. അങ്ങനെ ഞാൻ നടന്നു പോവാട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോഴും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പം മണ്ഡലക്കാലമായതുകൊണ്ട് കെട്ടിനിറയ്ക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നമ്മുടെ വഴി. പാലവും ഓപ്പോസിറ്റ് വഴിയൊക്കെ വന്നിട്ട് കുറേ നാളായെങ്കിലും നമ്മുടെ സൈഡിലേക്കുള്ള വഴി ഈയിടയ്ക്കാണ് കേട്ടോ ശരിയായി വന്നത്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് വന്ന് നേരെ കടയിലേക്ക് പോയി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.